സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന നമ്മളെല്ലാവരും തന്നെ SD കാർഡ് അല്ലെങ്കിൽ മെമ്മറി കാർഡ് ഉപയോഗിക്കുന്നവരാണ്. SD കാർഡ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? അതായത് നമ്മുടെ ഫോൺ സ്റ്റോറേജ് ഫ്രീ ആക്കി എടുക്കാൻ. ഫോണിലുള്ള ഫോട്ടോസുകൾ, വീഡിയോസുകളൊക്കെ SD കാർഡിലേക്ക് നമ്മൾ കോപ്പി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ മെമ്മറി നമുക്കൊന്ന് ഫ്രീ ആക്കി എടുക്കാൻ സാധിക്കും. SD കാർഡ് വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല ഹൈ ക്വാളിറ്റിയുള്ള, നല്ല കപ്പാസിറ്റിയുള്ള, അല്ലെങ്കിൽ കുറച്ച് പൈസ കൂടുതലായാലും ശരി നല്ല ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു SD കാർഡ് തന്നെ നിങ്ങൾ വാങ്ങാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഇതിലേക്ക് കോപ്പി ചെയ്ത് വെക്കുന്ന ഫോട്ടോസുകൾ, വീഡിയോസുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതായിരിക്കും. പക്ഷേ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ SD കാർഡ് ഒന്ന് കറപ്റ്റഡ് ആയി കഴിഞ്ഞാൽ അതിലുള്ള ഫോട്ടോസുകൾ, വീഡിയോസുകൾ നമുക്ക് തിരിച്ചെടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടേണ്ടി വരും. അതുകൊണ്ട് കുറച്ച് പൈസ കൂടിയാലും നല്ല ക്വാളിറ്റിയുള്ള, നല്ല കപ്പാസിറ്റിയുള്ള, നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു SD കാർഡ് തന്നെ നിങ്ങൾ വാങ്ങാൻ ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും നമ്മുടെ മൊബൈലിലുള്ള ആ ഒരു ഫോട്ടോസുകൾ, വീഡിയോസുകൾ SD കാർഡിലേക്ക് മൂവ് ചെയ്യിക്കാൻ അറിയാത്തവരാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് SD കാർഡിലേക്ക് ഫോട്ടോസുകൾ, വീഡിയോസുകൾ നമ്മുടെ മൊബൈലിൽ നിന്നും മൂവ് ചെയ്യിക്കാൻ സാധിക്കും. ഇതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. നമുക്ക് അതിനായിട്ട് പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഈ കാണിക്കുന്ന പോലെ നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്യുക. ഫയൽസ് ബൈ ഗൂഗിൾ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് ഗൂഗിളിൻ്റെ തന്നെ ഒരു ഫയൽ മാനേജറാണ്. ഇതാണ് ആപ്ലിക്കേഷൻ. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇതിലൂടെ നമുക്ക് എല്ലാ കാര്യങ്ങളും SD കാർഡിലേക്ക് മൂവ് ചെയ്യിക്കാൻ സാധിക്കും. ഇത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഞാനിപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തതാണ്. ഇവിടെ നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും. ഫയൽസ് ബൈ ഗൂഗിൾ. അത് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫോട്ടോസ്, വീഡിയോസൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻറ്റേർണൽ സ്റ്റോറേജ്, അതുപോലെ തന്നെ SD കാർഡിന് കാണാൻ സാധിക്കും. ഇനി നിങ്ങളുടെ മൊബൈലിൽ SD കാർഡ് കാണുന്നില്ല എങ്കിൽ നിങ്ങൾ ഇൻസെർട്ട് ചെയ്തിട്ടുള്ള SD കാർഡ് ഒന്ന് റിമൂവ് ചെയ്യുക. വീണ്ടും ഒന്ന് ഇൻസെർട്ട് ചെയ്യുക. ചിലപ്പോൾ ഒന്ന് മൊബൈൽ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ കാണിക്കും. അങ്ങനെ റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ SD കാർഡ് ഇവിടെ കാണാൻ സാധിക്കും. ഇനി ഞാനിപ്പോൾ ഇമേജ് എന്ന ഭാഗത്ത് ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. എന്നിട്ട് ഒരു ഇമേജ് മൂവ് ചെയ്യിക്കുന്നത് കാണിക്കാൻ സാധിക്കും. ഇതുപോലെ തന്നെ എല്ലാ ഫയലുകളും മൂവ് ചെയ്യിക്കാം കേട്ടോ. ഞാൻ ലോങ് പ്രസ് ചെയ്തു. ഇവിടെ വലതുവശത്ത് മുകളിൽ കാണുന്ന 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൂവ് ടു, കോപ്പി ടു എന്ന 2 ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. ഞാനിവിടെ മൂവ് ടു എന്ന ഭാഗമാണ് തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻറ്റർണൽ സ്റ്റോറേജ്, അതുപോലെ തന്നെ SD കാർഡ് ഇവിടെ കാണാൻ സാധിക്കും. SD കാർഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മൂവ് ഹിയർ എന്ന ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കിത് മൂവ് ചെയ്യിക്കാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് പുതിയൊരു ഫോൾഡറിലേക്ക് സെപ്പറേറ്റ് മാറ്റണമെന്നുണ്ടെങ്കിൽ ആഡ് ന്യൂ ഫോൾഡർ എന്ന ഈ ഒരു മുകളിലുള്ള ഭാഗം സെലക്ട് ചെയ്യുക. എന്നിട്ട് ഫോൾഡറിന് ഒരു നെയിം കൊടുക്കുക. അതിനുശേഷം മൂവ് ടു ഫോൾഡർ എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഉടനെ തന്നെ ആ ഒരു ഫോൾഡറിലേക്ക് SD കാർഡിൽ ഇത് സേവ് ആയിട്ടുണ്ടാകും. ജസ്റ്റ് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് SD കാർഡിൻ്റെ ഒരു ചിഹ്നവും ആ ഫോൾഡറിൻ്റെ നെയിമും കാണാൻ സാധിക്കും. ഓക്കെ, SD കാർഡിൻ്റെ ചിഹ്നം ഇവിടെ കാണാൻ സാധിക്കും. ഇനി നമുക്ക് SD കാർഡിൽ നിന്നും ഇൻറ്റേർണൽ മെമ്മറിയിലേക്കും ഇതുപോലെ തന്നെ മൂവ് ചെയ്യിക്കാം. അതിനായിട്ട് നമ്മൾ ആ ഒരു ഫയൽ ലോങ് പ്രസ് ചെയ്യുക അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യുക. ഇവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂവ് ടു അല്ലെങ്കിൽ കോപ്പി ടു എന്ന 2 ഓപ്ഷൻ ഉണ്ടാകും. മൂവ് ടു എന്ന ഭാഗം ഞാൻ സെലക്ട് ചെയ്തു. ഇൻറ്റേർണൽ മെമ്മറി ഞാനിവിടെ സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ മൂവ് ഹിയർ എന്ന ഭാഗത്ത് സെലക്ട് ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ DCIM എന്ന ഈ ഒരു ഫോൾഡറാണ് ഓപ്പൺ ചെയ്യുന്നത്. മൂവ് ഹിയർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തു. ഇത് നേരെ നമ്മുടെ ഇൻറ്റേർണൽ മെമ്മറിയിലേക്ക് തിരിച്ച് വന്നിട്ടുണ്ട്. ഇവിടെ ആ ഒരു SD കാർഡിൻ്റെ ചിത്രം ഇതിൽ നിന്നും പോയതായിട്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ നിങ്ങളുടെ ഫോൺ സ്റ്റോറേജിലുള്ള ഏത് ഫയലുകളും, അത് ഫോട്ടോസ് ആകട്ടെ, വീഡിയോസ് ആകട്ടെ, ഡോക്യുമെൻറ്റ്സ് ആകട്ടെ, ഓഡിയോ ഫയൽ ആകട്ടെ, ഏത് ഫയലും ഈ ഒരു ആപ്ലിക്കേഷനിൽ, അതായത് ഫയൽസ് ബൈ ഗൂഗിൾ എന്ന ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് ഇൻറ്റേർണൽ മെമ്മറിയിലേക്കും അതുപോലെ തന്നെ SD കാർഡിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിക്കാൻ യഥേഷ്ടം സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ നെയിമുകളൊക്കെ ഇവിടെ താഴെ കാണാൻ സാധിക്കും. യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഈ നെയിമിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനലിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇഷ്ടപ്പെട്ട വീഡിയോസുകൾ അതിൽ കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. Thanks for watching. Bye-bye.